ആ സുധി വീട് വന്നാ? ഞാൻ രാവിലെ തന്ന നമ്പറിൽ റീചാർജ് ചെയ്തില്ലേ? അത് രാവിലെ തന്നെ ചെയ്തായിരുന്നല്ലോ. ഇതല്ലേ നിന്റെ നമ്പർ? ഇതപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാ ടിക്കറ്റ് ഉണ്ട്, നോക്കിയേ. എന്റെ നമ്പർ തെറ്റിപ്പോയാ? അവസാനം 12:39 പക്ഷെ 39:12 എഴുതി. സുധിനല്ലേ എഴുതി തന്നെ? ശരി, ഇനിയിപ്പോ എന്താ ചെയ്യാ? പൈസ തിരിച്ചിട്ടില്ലൊക്കെ കണക്ക് തന്നെ. ആ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസ എടുത്ത മൊബൈൽ കയറ്റിയത് അതിപ്പോ ഇങ്ങനെയായി. എന്നാ ഒരു കാര്യം ചെയ്യ്, ആ തെറ്റി റീചാർജ് ചെയ്ത നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. നല്ല ആൾക്കാരാണെങ്കിൽ തിരിച്ച് റീചാർജ് ചെയ്ത് തരും. ആശ്വാസായി. അത് ശരിയാ, മര്യാദക്കാരാണെങ്കിൽ തിരിച്ച് റീചാർജ് ചെയ്ത് തരും. ഉമ്മ ഫോൺ അടിക്കണേ. ഹലോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ വിളിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് റീചാർജ് ചെയ്തിരുന്നു. ഒരു മിനിറ്റ് മോളെ, മൊബൈലില് പൈസ കയറ്റിയ മാമ വിളിക്കണ്. ഹലോ ആങ്കളെ, വലിയ ഉപകാരമായിട്ടാ. ഡാറ്റ തീർന്ന കാരണം കുറെ നാളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. റീചാർജ് ചെയ്തു തന്നത് ആരാണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത് അങ്കിളാണെന്ന്. ഒരുപാട് സന്തോഷമുണ്ട് അങ്കിൾ. എന്താ പറയണ്ടേന്ന് അറിയില്ല. ശരിക്കും കരച്ചില് വരാങ്ങളെ. സന്തോഷം. മാമന് സന്തോഷായി മോളെ. മോളുടെ പേരെന്താ? ആയിഷയുടെ ഉപ്പ മൊബൈലിൽ റീചാർജും ചെയ്തു തരില്ലേ? ഇല്ല വാപ്പച്ചി, ഇല്ല. മൂന്ന് വർഷമായി മരിച്ചിട്ട്. അയ്യോ, അത് മാമന് അറിയില്ലായിരുന്നു. സോറി ട്ടാ മോളെ. നന്നായി പഠിക്കണം. നീ സ്കൂള് തുറക്കുന്നവരെ മോളുടെ മൊബൈലില് ഡാറ്റ മുടങ്ങില്ല. അത് ഈ മാമന്റെ വാക്കാ. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. എനിക്ക് അങ്കിൾ ആരാണെന്ന് അറിയില്ലല്ലോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാനേ മനുഷ്യന്മാര് തമ്മിൽ അറിയണമെന്നില്ല മോളെ. എന്നാ ശരി, മോള് വെച്ചോ. ശരിക്കും ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്റെ മനസ്സൊന്ന് തെളിഞ്ഞു. കയ്യിൽ ഒരുപാട് പൈസ വന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. ഉള്ളോണ്ട് ചെയ്യാം, അത്ര തന്നെ. ഗ്രാൻഡായി സുധി, നിന്നെ സമ്മതിച്ചു. നന്നായി, നല്ല കാര്യം.